വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് 4 ചേരുവ കൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ലെവലുള്ള ഒരു ഐറ്റമാണ്. അപ്പം സംഭവം ക്യാരമലാണ്. പക്ഷേ ഞാൻ അതിലൊരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ ഒരു കേജ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. ആ കാര്യം നിങ്ങൾ മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരമലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മെൽറ്റായിട്ട് വരും. ഇതിനകത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇത് സ്പൂൺ ഇട്ടിട്ട് ഇളക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളർ ഈവൺ ആയിട്ട് വരില്ല. നിങ്ങളിത് പാത്രം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കണ്ട, അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ബൗൾ ഇവിടെ എടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ ബൗളാണ്. നിങ്ങൾക്ക് സെറാമിക് ബൗൾ ഉപയോഗിക്കാം. ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് പാത്രം എടുത്തത് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കളറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാൽ നന്നായിട്ട് ചൂടാവണം. തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടായാലും മതി. അപ്പോൾ നമ്മൾ പാൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു മുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം പതയ്ക്കുന്ന പോലെ ബീറ്റ് ചെയ്യണ്ട, അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പാലില്ലേ, അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പാലെല്ലാം ഒരുമിച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കാരണം അപ്പോൾ മുട്ട കുക്കായി പോവും. കാരണം നല്ല ചൂടുള്ള പാലല്ലേ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ്ചറിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ പച്ച മണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നേരത്തെ നമ്മൾ കാരമൽ ഒഴിച്ചിട്ടുള്ള ബൗളാണ്. ഇത് നല്ല ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പയിലൂടെ ആ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മുട്ടയുടെ പാടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറിക്കിട്ടും. ഇത് നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആവിച്ചെമ്പിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വേവിക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുക്കായ പോലെയാണ് ഉള്ളത്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല സോഫ്റ്റാണ്, നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ആറാൻ വയ്ക്കാം. ചൂടൊക്കെ പോയി ഒരു അരമണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. കണ്ട, നല്ല ഭംഗിയുള്ള കാരമൽ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ക്രീമിയുമാണ്, നല്ല കളറും ഉണ്ട്. കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് കാരമൽ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് കേജ് ഉണ്ടാക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ആ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നേരത്തെ പോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ബ്രൗൺ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്പൂൺ യൂസ് ചെയ്യരുത്, ഞാൻ പിന്നെയും പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി പാത്രം കൊണ്ട്. ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ലൈൻ ചെയ്യില്ലേ, അതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ്, കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു ലൈൻ എന്ന പോലെ ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഇതുപോലെ ലൈൻ പോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിനിടയിൽ നിങ്ങളുടെ ഷുഗർ സിറപ്പ് കട്ടിയായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി.
ഒരു 30 സെക്കൻഡ് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് മെല്ലെ പാത്രത്തിൽ നിന്ന് ഈ ബട്ടർ പേപ്പർ ഒന്ന് അടത്തി നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് ഭയങ്കര ഡെലിക്കേറ്റാണ്, അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നൊന്ന് ബലം പിടിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ മെനക്കെട്ടതിന് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾക്ക് സപ്പോർട്ടില്ലാത്ത സ്ട്രിങ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അത് കാര്യമാക്കണ്ട. നമ്മൾ എടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസസൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്കിത് മെല്ലെ ഇതിന് ബട്ടർ പേപ്പർ എടുത്ത് കളയാം. കണ്ട നല്ല ഭംഗിയുള്ള ഷുഗർ കേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രം കാരമലിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്